ഒരു മുട്ടയ്ക്ക് എന്ത് വില വരും? അതിപ്പോൾ നിങ്ങൾ ചോദിക്കും സാധാരണ വെളുത്ത മുട്ടയാണെങ്കിൽ നാടൻ മുട്ടയാണെങ്കിൽ ഇതിനൊക്കെ വ്യത്യാസപ്പെടുമെന്നല്ലേ. പരമാവധി 10 രൂപ അല്ലേ? മുട്ട വാങ്ങുന്നവർക്കറിയാം. പരമാവധി കാടമുട്ടയോ പിന്നെ ഏതായാലും ഒട്ടകപക്ഷിയുടെ മുട്ടയൊന്നും നമുക്ക് അങ്ങനെ സർവ്വസാധാരണമായി വാങ്ങാൻ കിട്ടില്ല. ഇവിടെ ഒരു മുട്ടയ്ക്ക് 21,000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെന്ത് തരം മുട്ട? മുട്ടയ്ക്ക് ഇത്രയും വിലയോ എന്നൊക്കെയല്ലേ ഇപ്പോൾ ആലോചിച്ചത്. ഇത് സാധാരണ മുട്ടയല്ല കേട്ടോ. മറ്റു മുട്ടകളിൽ നിന്ന് വ്യത്യസ്തമായി ഗോളാകൃതിയിലാണ് ഇത്. 100 കോടിയിൽ ഒരു മുട്ട മാത്രമാണ് കൃത്യമായി ഗോളാകൃതിയിൽ വരുന്നത്. ജയലക്ഷ്മി ഉണ്ട് തത്സമയം. ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. മുട്ടകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. മുട്ട പോലെ എന്നൊക്കെ നമ്മൾ പറയും ഉരുണ്ടിരിക്കുന്ന വസ്തുക്കളെ. പക്ഷെ ഇത് ശരിക്കും അങ്ങനെ ഗോളാകൃതിയിലാണ് മുട്ട. ഇത് വളരെ വളരെ അപൂർവമായതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വില എന്ന് മനസ്സിലാവുന്നു. ആരെങ്കിലും വാങ്ങാൻ വന്നിരുന്നോ, വാങ്ങിക്കൊണ്ട് പോയോ? എന്താണ് ജയലക്ഷ്മി വാർത്തകൾ, വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് മോത്തി. ഇത് വളരെ അപൂർവമായിട്ടുള്ളൊരു മുട്ടയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 കോടിയിൽ ഒരു മുട്ടയാണ് ഇങ്ങനെ വരുന്നത്. ഇത് സ്കോട്ട്ലൻഡിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു യുവതി വാങ്ങിയ മുട്ടയാണ്. അവർ കൗതുകം തോന്നിയിട്ടാണ് ഈ മുട്ട വാങ്ങുന്നത്. അപ്പോൾ ധാരാളം കാഴ്ചയിൽ തന്നെ നമുക്ക് സാധാരണ മുട്ടയിൽ നിന്നും വ്യത്യസ്തമാണ് ഈ മുട്ട. അങ്ങനെ ഈ യുവതിയുടെ കയ്യിൽ നിന്നും എഡ്പോണിൽ എന്ന് പറയുന്ന വേറൊരാൾ ഈ മുട്ട ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു. വാങ്ങിയ ശേഷം ഇദ്ദേഹം ഒരു ചാരിറ്റി സംഘടനയെ ഈ മുട്ട കൊടുത്തിട്ട് ഇത് ലേലത്തിന് വെക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ചാരിറ്റി സംഘടനയെ സമീപിച്ചിട്ട് അദ്ദേഹം പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു മുട്ടയാണ്. ഇത് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്കൊക്കെ ഗുണകരമാകും ഈ മുട്ട വിറ്റ് ലഭിക്കുന്ന പൈസ കൊണ്ട്. ഇതൊക്കെ വളരെയധികം കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞ ശേഷമാണ് ഈ ചാരിറ്റി സംഘടന ഈ മുട്ട ലേലത്തിന് വെക്കുന്നത്. അങ്ങനെയാണ് UK നടന്ന ലേലത്തിൽ ഈ മുട്ട 21,000 രൂപയ്ക്ക് വിറ്റുപോകുന്നത്. സാധാരണ മുട്ടകളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് തന്നെയാണ് ഈ മുട്ട ഇത്ര രൂപയ്ക്ക് വിറ്റുപോയത്. എന്തായാലും വളരെ വ്യത്യസ്തവും കൗതുകവുമാണ് ഈ മുട്ട കാണാൻ. സാധാരണ ദീർഘവൃത്താകൃതിയിലുള്ള മുട്ടയാണല്ലോ നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗോളാകൃതിയിലാണ്. 21,000 എന്നത് ഇന്ത്യൻ രൂപയിലാണോ ഡോളറിലാണോ ജയലക്ഷ്മി? പൗണ്ടിലാണ് അതെ ഈ മുട്ട വിറ്റുപോയത്. എന്തായാലും വളരെ കൗതുകകരമായ ഒരു മുട്ട തന്നെയാണ് മോത്തി ഇത്.